എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു അഡ്മിഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. MG സർവകലാശാല ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിച്ചു. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ഫലം എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതും അതുമായി ബന്ധപ്പെടുത്തി വിദ്യാർത്ഥികൾ പ്രധാനമായും ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പല വിദ്യാർത്ഥികളും കഴിഞ്ഞ അലോട്ട്മെന്റിൽ തന്നെ അവരുടെ അലോട്ട്മെന്റ് കൺഫേം ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് അഡ്മിഷൻ പ്രോസസ്സിൽ തന്നെ ഔട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായി കാണുക. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അലോട്ട്മെന്റ് വിവരം ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൂന്നാം അലോട്ട്മെന്റ് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ, അതായത് ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഒന്നാം അലോട്ട്മെന്റിലും രണ്ടാം അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് ലഭിക്കാതിരിക്കുകയും മൂന്നാം അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ആദ്യമായിട്ട് ലഭിക്കുന്നതെങ്കിൽ അത്തരം വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടത്. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ട ഒരു ടാബ് നിങ്ങൾക്ക് അവിടെ അറിയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ കാണുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫീസ് അടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ 17/9/2021 4 മണിക്ക് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികൾ അത്തരം കാര്യങ്ങൾ തീർക്കേണ്ടതാണ്. അപ്പോൾ ജനറൽ SCBC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 1113 രൂപയും SC/ST കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 50 രൂപയുമാണ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ. ഇത് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും ഇപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതില്ല. അലോട്ട്മെന്റ് പ്രോസസ്സിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിൽ മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതുള്ളൂ എന്നുള്ള കാര്യം കൂടി വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുന്നു. വിദ്യാർത്ഥികൾക്ക് 2 തരത്തിലുള്ള അഡ്മിഷനാണ് എടുക്കുവാൻ പറ്റുക: ടെമ്പററി അഡ്മിഷൻ, അതുപോലെ തന്നെ പെർമനന്റ് അഡ്മിഷൻ. ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അത്തരം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീസ് അടച്ചതിന് ശേഷം, നേരത്തെ അടച്ച വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ട, അതല്ലാത്ത വിദ്യാർത്ഥികൾ ഫീസ് അടച്ചതിന് ശേഷം അവരുടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതും അതിനുശേഷം കോളേജുമായി ബന്ധപ്പെടുത്തിയിട്ട് അവരുടെ പെർമനന്റ് അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതുമാണ്. കോളേജ് ലെവൽ ഫീസും കൂടി അത്തരം വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ കോളേജുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. കോളേജ് ചിലപ്പോൾ ഓൺലൈനായിട്ടാണ് ചിലപ്പോൾ അഡ്മിഷനൊക്കെ നടത്തുക. അതായത് കോളേജുമായി ബന്ധപ്പെടുക നിങ്ങൾ. എന്നിട്ട് നിങ്ങളുടെ പെർമനന്റ് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ അനുബന്ധ രേഖകളെല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനല്ല മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് 2 ഓപ്ഷനുകളാണുള്ളത്. വേണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെന്റിൽ തൃപ്തരാണെങ്കിൽ, അല്ലെങ്കിൽ ലഭിച്ച കോളേജിൽ അല്ലെങ്കിൽ കോഴ്സിൽ തൃപ്തരാണെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്കും പെർമനന്റ് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ആ വിദ്യാർത്ഥികളും നേരത്തെ പെർമനന്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഏത് തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത്, അലോട്ട്മെന്റ് ആദ്യമായിട്ടാണ് ലഭിച്ചതെങ്കിൽ ഫീസ് അടക്കുക. അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ തന്നെ, നമ്മുടെ ലോഗിനിൽ തന്നെ നമ്മുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യണം. അഡ്മിഷൻ സ്റ്റാറ്റസ് പെർമനന്റ് എന്നോ ടെമ്പററി എന്നോ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും പെർമനന്റ് എന്ന് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി എന്ന് സെലക്ട് ചെയ്യാനും പറ്റും. അതിനുശേഷമാണ് നിങ്ങൾ കോളേജുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓപ്ഷനിലല്ല മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അഡ്മിഷൻ സ്റ്റാറ്റസിൽ നിങ്ങൾ ടെമ്പററി എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോളേജുമായി ബന്ധപ്പെടുക, നിങ്ങളുടെ ടെമ്പററി അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അത്തരം വിദ്യാർത്ഥികൾ കോളേജ് ലെവൽ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഏത് തരത്തിലുള്ള അഡ്മിഷൻ ആണെങ്കിലും നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ കോളേജുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടുത്തി അവരുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഏത് അലോട്ട്മെന്റ് ആണെങ്കിലും, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അഡ്മിഷൻ ആണെങ്കിലും കോളേജുമായി ബന്ധപ്പെടുത്തിയതിനു ശേഷം വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്തുകൊണ്ട് അവരുടെ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. അവരുടെ അഡ്മിഷൻ കൺഫേം ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ലോഗിനിൽ തന്നെ, നമ്മുടെ സൈറ്റിൽ തന്നെ അഡ്മിഷൻ കൺഫേം ചെയ്തതിനു ശേഷം അവിടെ നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് ലഭിക്കും. ആ സ്ലിപ്പ് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കേണ്ടതാണ്.
പ്രത്യേകമായി ശ്രദ്ധിക്കുക. അഡ്മിഷൻ കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുന്നതല്ല, അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്ത് പോകുന്നതായിരിക്കും. താൽക്കാലികമായി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പിന്നീട് വരുന്ന അലോട്ട്മെന്റിൽ അത്തരം ഓപ്ഷനുകൾ പരിഗണിക്കുകയാണെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ പുതിയ അലോട്ട്മെന്റ് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടി വരും. പിന്നീട് നേരത്തെ പഴയ അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾക്ക് തുടരുവാൻ സാധിക്കുന്നതല്ല, പുതിയ അലോട്ട്മെന്റ് നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഹയർ ഓപ്ഷനുകൾ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഡിലീറ്റ് ചെയ്യാത്ത പക്ഷം ലഭിക്കുന്ന അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഈ പറയുന്ന രീതിയിൽ 17/9/2021 4 മണിക്ക് മുമ്പായിട്ട് അവരുടെ അഡ്മിഷൻ കൺഫേം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കുക. നേരത്തെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതില്ല. അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് ടെമ്പററി ഓർ പെർമനന്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോളേജുമായി ബന്ധപ്പെടുക. കോളേജിൽ അഡ്മിഷൻ ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങളുടെ സൈറ്റിൽ നിങ്ങളുടെ ലോഗിനിൽ ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ കൺഫേം ചെയ്ത് കൺഫർമേഷൻ സ്ലിപ്പും കൂടി ഡൗൺലോഡ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അലോട്ട്മെന്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ലോഗിനിൽ ക്യാപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിക്കാനുള്ള ഓപ്ഷൻ വരും. അതടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കാണാം. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ് യു ഗോട്ട് ആൻ അലോട്ട്മെന്റ് എന്നുള്ളതാണ് ഇവിടെ കാണുക. അത് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് ദിസ് ടൈം എന്നുള്ളത് കാണിക്കും. ഇനി അലോട്ട്മെന്റ് ആദ്യമായിട്ട് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ട ഒരു ഓപ്ഷൻ വരും. അവിടെ ഫീ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർ അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. അതിനുശേഷം ഈ പറയുന്ന അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ക്ലിക്ക് ഹിയർ ടു പ്രിന്റ് യുവർ അലോട്ട്മെന്റ് മെമ്മോ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് അവരുടെ അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച വിവരങ്ങൾ മുകളിലായിട്ട് കോളേജും കോഴ്സൊക്കെ നിങ്ങൾക്ക് കാണിക്കുവാനും സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ക്ലിക്ക് ഹിയർ ടു സെലക്ട് മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ടെമ്പററി ഓർ പെർമനന്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ പെർമനന്റ് എന്ന് സെലക്ട് ചെയ്യുക. മറ്റേ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ടെമ്പററി ഓർ പെർമനന്റ് എന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തിയതിനു ശേഷം വീണ്ടും ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളവിടെ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ അഡ്മിഷൻ കൺഫർമേഷൻ കൊടുക്കുകയും കൺഫർമേഷൻ സ്ലിപ്പ് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഡ്മിഷൻ വിവരങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കൺഫർമേഷൻ സ്ലിപ്പ് എടുക്കാത്ത വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് കൺഫേം ചെയ്യാൻ നിർബന്ധമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും അവ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോന് താഴെ കമന്റായി പോസ്റ്റ് ചെയ്യുക. അതിനുള്ള മറുപടി നമ്മൾ നൽകുന്നതുമായിരിക്കും. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇത്തരം വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ കമന്റായും പോസ്റ്റ് ചെയ്യുക. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ അഡ്മിഷൻ നേടുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.